Good morning, all. Okay, നമ്മൾ വായിച്ചു നോക്കിയിരുന്നോ? കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമ്മള് എവിടെയാ എടുത്ത് നിർത്തിയത്? കണ്ടൻസ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഡിസ്കസ് ചെയ്തില്ലേ? വായിച്ചു നോക്കുന്നുണ്ട് തന്നെ വിചാരിക്കുന്നു. എന്തായാലും വായിച്ചതിന് മുന്നോട്ട് പോവാം. ഇപ്പൊ നമ്മള് എന്താണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം മൈൻഡിലുണ്ട് അല്ലെ? തീർച്ചയായിട്ടും ഒരു പുതിയ തൊഴിലാളി എന്ന നിലയിൽ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ആവശ്യകത അല്ലെ? എന്താണ് ഇത് നെക്സ്റ്റ് പഠിക്കാനത് റിക്വസിറ്റ്സ് ഓഫ് എഫക്റ്റീവ് ഓറിയന്റേഷൻ. ഈ പറഞ്ഞ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന് ആവശ്യകതയായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യകതയായിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താണ് നല്ല ഒരു ഓറിയന്റേഷൻ നടപ്പാക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിൽ പറയുന്നത് ഫോളോയിങ് ദ റിക്വസ്റ്റ് ഫോർ എഫക്റ്റീവ് ഓറിയന്റേഷൻ. ഫസ്റ്റ് വൺ, ഇൻവോൾവ്മെന്റ് ഓഫ് എ ടോപ്പ് മാനേജ്മെന്റ്. ഓക്കെ, അതായത് അവരുടെ ടോപ്പ് മാനേജ്മെന്റിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് പറയുന്നത്. In the induction process, the interest of the top management is the foremost requirement. ഓക്കെ, അവര് തൽപരരായിരിക്കണം അല്ലെ? അവിടെ തീർച്ചയായിട്ടും ടോപ്പ് മാനേജേഴ്സ് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന് താല്പര്യം എടുത്തുകൊണ്ട് തന്നെ അല്ലെ മുന്നോട്ട് പോവേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് വിചാരിച്ച ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. കാരണം അവര് തൽപരരാണെങ്കിലാണ് വരുന്ന ന്യൂ എംപ്ലോയീസിന് നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെ? ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇത് ആവശ്യമാണ് അല്ലെ? ഇൻ കേസ് അവർ ഇൻട്രസ്റ്റീവ് അല്ല ഇങ്ങനെ തീർച്ചയായിട്ടും വരുന്ന എംപ്ലോയീസിന് ഓക്കെ ഒരു ഡയറക്ഷൻ കൊടുക്കാനും ഒന്നും പ്രത്യേകം ഉണ്ടാവില്ല അല്ലെ? അപ്പൊ എന്താണ് അവര് ഇൻഡക്ഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട് പ്രത്യേകമായിട്ടുള്ള നേട്ടം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. So induction process, the interest of the top management is the foremost requirement. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിലതിലൊക്കെ വളരെ അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടൊക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മോഡലിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ റയർ കേസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ചെറിയ ഡാഷിട്ട് അല്ലെങ്കിൽ ചെറിയ ആ സെന്റൻസിൽ തന്നെ ഒരു വേരിയേഷൻസ് അല്ലെ ഒരു ഡെഫിനിഷൻസ് ഒക്കെ തരുന്ന ആ ഒരു മെത്തേഡിൽ നിന്ന് ഇച്ചിരി കൂടി വേരിയേഷൻസ് കാണുന്നുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ അതില് പ്രത്യേകമായിട്ട് ഒരു വളഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഇച്ചിരി കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്താണ് ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് അല്ലെ? അത് ഏറ്റവും മോസ്റ്റ് ആയിട്ട് ഫോർമോസ്റ്റ് ആയിട്ടുള്ള അല്ലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് റിക്വസിറ്റ്സ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ ഇച്ചിരി കൂടി അല്ലെ ഒരു വേറെ രീതിയിൽ ഇപ്പോ എന്താണ് ഫോർമോസ്റ്റ് റിക്വയർമെന്റ് എന്താണെന്ന രീതിയിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള റിക്വയർമെന്റ്സ്. Then it establishes a sense of partnership and ownership in the new employees and help them to associate closely with the organization. ഓക്കെ, നമുക്കറിയാം ഒരു അവരുടെ ആ ഒരു ഓണർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഉടമസ്ഥാവകാശം അല്ലെ? ഉടമസ്ഥതയും അതല്ലെങ്കിൽ ആ ഒരു നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ടുള്ള രീതികൾ അല്ലെ? എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ സ്ഥാപനം അതെങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ക്ലോസ്ലി ആ വരുന്ന പുതിയ എംപ്ലോയീസിനും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കി അവരോട് ഒന്നിച്ചു പോകാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഒരു പുതിയ എംപ്ലോയി വരുമ്പോൾ കൂട്ടിച്ചേർക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് സഫർ ചെയ്യാൻ തയ്യാറാവുള്ളൂ അല്ലെ? ഒരു കോർപ്പറേഷൻ വേണമെന്ന് മനസ്സിലില്ല എങ്കിൽ അല്ലെ അങ്ങനെ ഒരു കോർപ്പറേഷൻ പുതിയ എംപ്ലോയിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് ആ എംപ്ലോയിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഫീൽ ചെയ്യില്ല. ഇൻ കേസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലാണെങ്കിലും അവർക്ക്
കൂടുതലായിട്ടുള്ള നോളജുകൾ നേടിയെടുക്കാൻ സാധിക്കില്ല. പക്ഷെ വരുന്ന എംപ്ലോയിനെ നല്ല മോസ്റ്റ്ലി വെൽക്കം ചെയ്തുകൊണ്ട് തന്നെ സ്വീകരിക്കാനായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ട് ആ ഒരു കമ്പനിക്ക് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. സോ ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് ആണ് ഫോർമോസ്റ്റ് റിക്വയർമെന്റ് ആയിട്ട് വിശേഷിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെയാണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെയാണോ? നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് നോക്കാം, പ്രയർ പ്ലാനിങ്. ഓക്കെ, നമ്മളെപ്പോഴും ഒരു എന്ത് പ്രോഗ്രാം ആണെങ്കിലും നമുക്കറിയാം ഒരു മുൻകൂട്ടി ഒരു തീരുമാനം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു നല്ല റേറ്റിംഗ് സ്റ്റേജിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ നോക്കുക, ഇൻഡക്ഷൻ ഈസ് എ പ്രോസസ് ആൻഡ് നോട്ട് ആൻ ഇവന്റ്. Pre-planning for the induction of a new employee must be carefully done so that the induction is used at the time of pre-planning, during and post-induction stages. ഓക്കെ, അപ്പൊ ഈ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് അല്ലെ, ഒരു സംഭവമായിട്ടല്ല അവിടെ പ്രതികരിക്കുന്നത്. നമുക്കറിയാം ഒരു നേരത്തെ കൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് അവിടെ ആവശ്യമാണ് അല്ലെ. എംപ്ലോയി മസ്റ്റ് കെയർഫുള്ളി കൈകാര്യം ചെയ്യുന്നവയാണ്. അവര് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രീ പ്ലാൻഡ് ആയിരിക്കണം. സോ ദാറ്റ് ഇൻഡക്ഷൻ ഈസ് യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് പ്രീ പ്ലാനിങ് ഡ്യൂറിങ് പോസ്റ്റ് ഇൻഡക്ഷൻ സ്റ്റേജസ്. അതായത് നമ്മൾക്കിപ്പോ ഇൻഡക്ഷന് മുമ്പ് തന്നെ ആ വ്യക്തികൾക്ക് ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് പ്രത്യേക ധാരണകളൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഓറിയന്റേഷൻ കാര്യങ്ങൾ അവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ സ്വയം അവര് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അല്ലെ. അവര് ഇൻഡക്ഷനിലൂടെ തന്നെ അവര് സ്വന്തം ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ദെൻ അവരുടെ പോസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് അത്യാവശ്യം അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് അല്ലെ ആ ഒരു പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഒരൊറ്റ സംഭവം കൊണ്ട് മാത്രം അത് ഒതുങ്ങി നിൽക്കുന്നതല്ല അല്ലെ. അതിന് മുമ്പ് തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചിന്തിച്ചിട്ട് വേണം അവർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ അങ്ങനെ സംഘടിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് അല്ലെ, ആഫ്റ്റർ റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടും എന്തെങ്കിലും ഭേദഗതികളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ കറക്ഷൻ നടപടികളൊക്കെ എടുക്കാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അവിടെ പ്രധാനമായിട്ട് പ്രയർ പ്ലാനിങ് എന്തിനുണ്ടായിരിക്കണം? ഓറിയന്റേഷൻ പ്രോഗ്രാമിന് മസ്റ്റ് ആയിട്ടും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്. സെക്കൻഡ് പോയിന്റ് പ്രയർ പ്ലാനിങ്. ആദ്യം തന്നെ മാനേജ്മെന്റിന് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഓറിയന്റേഷൻ ആണ്. ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അസസ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ നീഡ്സ്. ഓക്കെ, അസസ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ നീഡ്സ് എന്ന് പറയുമ്പോൾ on the basis of a level and a few other factors, it should be decided in advance what the new employee must know as it promotes effective learning experience during the process of induction. Okay, നമ്മളെപ്പോഴും വിലയിരുത്തേണ്ടത് ആവശ്യമാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പില് എന്താണ് അവർ പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെ. ഇൻ കേസ് നമുക്കറിയാം ഈ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ച് കൊടുക്കുമ്പോൾ അവർ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കറക്ഷൻ അല്ലെ വിലയിരുത്തലും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെ. On the basis of a level and a few other factors, it should be decided in advance what the new employee must know അല്ലെ. ഈ അഡ്വാൻസ് ആയിട്ട് തീരുമാനിച്ച കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. എന്താണ് ഈ എംപ്ലോയിക്ക്, പുതിയ എംപ്ലോയിക്ക് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. as it promotes effective learning experience during the process of induction. അത് കൃത്യമായിട്ട് നമുക്ക് ഓക്കെ നല്ല എഫക്റ്റീവ് ആയിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? അവരുടെ പ്രോസസ്സിലൂടെ അല്ലെ, അവര് പിന്നീട് കാണിക്കുന്ന പ്രവർത്തനത്തിലൂടെയാണ് ഓക്കെ പറഞ്ഞു കൊടുത്തതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എന്താണ് വ്യക്തമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. സോ എന്താണ് അവിടെ അസസ്മെന്റ് ആവശ്യമാണ്, അതാണ് വിലയിരുത്തൽ ആവശ്യമാണ്. കൃത്യമായിട്ട് അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം. തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് എഫക്റ്റീവ് ആയിട്ട് അവര് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും അവിടെ അല്ലെ അവര് കൃത്യമായിട്ട് പ്രോസസ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഡ്യൂറിങ് ദ പ്രോസസ്സിംഗ് ടൈമിലാണ് നമുക്ക് ആ എക്സ്പീരിയൻസ് ഓക്കെ അവര് മനസ്സിലാക്കിയതൊക്കെ കറക്റ്റ് ആണെന്ന് വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ വിലയിരുത്തലും അവിടെ ആവശ്യമാണ്. ജസ്റ്റ് ഓറിയന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ നന്നായിട്ട് തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വിലയിരുത്തലും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ഓക്കെ അല്ലേ? ജസ്റ്റ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല അല്ലെ.
ആദ്യം തന്നെ ടോപ്പ് മാനേജേഴ്സിന് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം, എന്താണ് ഈ പറഞ്ഞ ഐഡിയ അനുസരിച്ചിട്ട് പറഞ്ഞു കൊടുത്തൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിലയിരുത്തുകയും വേണം. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് സെഷൻ ആണ്. Okay, so to satisfy all doubts and answer all queries properly, all induction programs must conclude with a feedback session with the management and the human resource personnel. Okay, നമുക്കറിയാം അവിടെ ലൈൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ഇവരുടെ സംശയങ്ങളെല്ലാം ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്തു. നമ്മളിപ്പോ സെഷൻസ് ഒക്കെ ആദ്യം തന്നെ ഐഡിയാസ് ഒക്കെ മനസ്സിലാക്കി കൊടുത്തു, ദെൻ അവരുടെ വിലയിരുത്തൽ നടത്തി. ആ വിലയിരുത്തുന്നതിനൊപ്പം തന്നെ അവരുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കൊരു കൺക്ലൂഷനിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇവര് ഓക്കെ ആണോ, നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ അത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ലൈൻ മാനേജ്മെന്റ് ആൻഡ് HR പേഴ്സണൽ, ഹ്യൂമൻ റിസോഴ്സ് പേഴ്സണൽ ആയിരിക്കും. ഇവർക്ക് കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അവരുടെ ഡൗട്ടുകളൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവര് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓക്കെ, അതോടുകൂടിയിട്ട് ഇവർക്ക് കൺക്ലൂഷനിൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചതുകൊണ്ട് അത്യാവശ്യം ന്യൂ എംപ്ലോയീസിന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അവിടെ ഫീഡ്ബാക്ക് സെക്ഷനും മസ്റ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഫീഡ്ബാക്ക് സെഷൻസ് ഒക്കെ ആരുടെ മേധാവിത്വത്തിലായിരിക്കും നടത്തുന്നത്? ജസ്റ്റ് നോട്ട് ചെയ്യാം, ലൈൻ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് പേഴ്സണലിന്റെ മേധാവിത്വത്തിലായിരിക്കും ഫീഡ്ബാക്ക് സെഷൻസ് ഒക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗിവിംഗ് നോളജ് ടു ന്യൂ എംപ്ലോയി. ഓക്കെ, ഗിവിംഗ് നോളജ് ടു ന്യൂ എംപ്ലോയി എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് പുതിയ എംപ്ലോയിക്ക് അറിവുകൾ പ്രദാനം ചെയ്യണം. നമുക്ക് മോസ്റ്റ്ലി അറിയാം, അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത്, അസസ്മെന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ചില അറിവുകൾ കൂടി മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. The human aspect is an essential component of induction, providing new employees knowledge of what is liked by supervisors and co-workers. The new employees the time period for them to attain a satisfactory level of performance and motivating them to look for help and guidance whenever required. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, അതായത് ജസ്റ്റ് ഇവർക്ക് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴോ ഓക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാം. ഓക്കെ, അവർ ചെയ്യുമായിരിക്കാം. ഒരു പക്ഷേ നമുക്കറിയാം അവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ടൈം ലാഗ് ഒക്കെ വരാം അല്ലെ. ഫസ്റ്റ്ലി അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ്, അപ്പൊ ചെറിയ ടൈം വേരിയേഷൻസ് വരാൻ സാധ്യതയില്ലേ? ഉണ്ടാവുമോ? പുതിയ എംപ്ലോയി ആകുമ്പോൾ ഓരോ വർക്കുകൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ടൈം ലാഗ് വരാൻ അല്ലെ, അത് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഓക്കെ, റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാം, എല്ലാത്തിലും തമ്പയ്ക്കാനാണ് എളുപ്പം. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് തീർച്ചയായിട്ടും അറിയാം ടൈം എടുക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന വേറൊരു സംഗതിയുണ്ട്. അതായത് സൂപ്പർവൈസേഴ്സ് ഇഷ്ടപ്പെടുന്നത് ഈ രീതിയിൽ, ഇന്ന രീതിയിൽ ഇത്ര സമയത്തിനുള്ളിൽ ഈ രീതിയിലൊക്കെ ചെയ്തു തീർക്കാനായിട്ടാണ് അവരുടെ മേലധികാരികൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കും. അതല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞു കൊടുത്തതൊക്കെ ഓക്കെ അവർക്ക് ക്ലിയർ ആയി, അവർ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ അവരുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത്ര ടൈമിനുള്ളിൽ അത് ചെയ്തു തീർക്കണം എന്നുള്ള ഓൾമോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അതും കൂടിയും അവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കാം. കോവർക്കേഴ്സ് എന്താണ് അല്ലെ, സഹപ്രവർത്തകർ എന്താണ് ആഗ്രഹിക്കുന്നത്, സൂപ്പർവൈസേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്, എത്ര ടൈം എടുത്താണ് തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങളും ആർക്ക് പറഞ്ഞു കൊടുക്കണം? ആർക്കാ ആവശ്യമായിട്ട് വരുന്നത്? ഏത് എംപ്ലോയിക്കാണ്? ന്യൂ എംപ്ലോയിക്ക്. ഓക്കെ, അപ്പൊ ന്യൂ എംപ്ലോയിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെ. അപ്പൊ അത് പറയാണ്, the human aspect is an essential component the induction, providing new employees knowledge of what is liked by supervisors and co-workers, telling new employee the time period of them attain a satisfactory level of performance. Then അത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, and motivating them to look for help and guidance whenever required അല്ലെ. അവര് ആഗ്രഹിക്കുന്ന ടൈമിലെല്ലാം ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് അവരെ മോട്ടിവേറ്റ്, ചിലപ്പോൾ
അല്ലെ ഒരു ചില സ്റ്റേജിൽ എത്തുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഓക്കെ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഒരു കെട്ട വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള ടൈമുകളിലൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, പറ്റി കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു സമയം അല്ലെ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് നമ്മൾ കവർ ചെയ്ത് പോകും, അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ലെ. അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതും അല്ലെ അവിടെ ന്യൂ എംപ്ലോയിക്ക് ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ്. സോ മൊത്തത്തില് നമുക്കറിയാം നോളജ് അല്ലെ എല്ലാ തരത്തിലുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഒപ്പം തന്നെ വർക്ക് ചെയ്യുമ്പോൾ നേരിടേണ്ട പ്രശ്നങ്ങൾ അല്ലെ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ഗൈഡൻസും കൂടി പ്രധാനമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെയാണോ? നമ്മൾ 5 പോയിന്റ്സ് ആണ് നോക്കിയത്. ഫസ്റ്റ് വൺ ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്, ദെൻ പ്രയർ പ്ലാനിങ്, then assessment of information needs, feedback section and giving knowledge to employee. Okay, അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിലെല്ലാം നോളജുകളൊക്കെ തന്നെയാണ് ഓക്കെയാണ്, പക്ഷെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറഞ്ഞത് അല്ലെ. നമ്മുടെ ടൈം പീരീഡും സൂപ്പർവൈസേഴ്സും കോവർക്കേഴ്സ് ഒക്കെ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, അതോടൊപ്പം തന്നെ മോട്ടിവേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗൈഡൻസ് ആയിട്ടുള്ള ഫാക്ടേഴ്സും കൂടി മനസ്സിലാക്കി കൊടുക്കും. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് gradual introduction rather than a superficial introduction. എന്താണ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്? ക്രമേണ നേടിയെടുക്കേണ്ട ഒരു അറിവ് അല്ലെ, അതാണ് അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നോക്കാം. There should be a step by step introduction to people with whom the new employee will work rather than external introduction to all of the employee on the first day. Okay, ഈ പറഞ്ഞ ഓറിയന്റേഷൻ ടൈമിലൊക്കെ അല്ലെ, ഫസ്റ്റ് ഡേയുടെ ഒക്കെ ടൈമിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തകരെയൊക്കെ ഒന്നിച്ച് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല അല്ലെ. ഗ്രാജുവലി പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, നമ്മളിപ്പോ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു, ജനറൽ ആയിട്ടുള്ള നോളജ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള നോളജ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ മൊത്തത്തിൽ അവരെ അവയർനെസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് എല്ലാം തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതെല്ലാം അല്ലെ എന്താണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് ഒക്കെ അവർക്ക് പതിയെ പതിയെ നേടേണ്ട ആവശ്യകതയുള്ളൂ എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും അവർക്ക് അല്ലെ ഓരോ സ്റ്റെപ്പായിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള ഒരു ആവശ്യകതമായിട്ടുള്ള കാര്യങ്ങളാണ് സജ്ജീകരിച്ചു കൊടുക്കേണ്ടത്. മറ്റത് അല്ലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അറിവുകളൊക്കെ അവര് ഗ്രാജുവലി അത് നേടിയെടുത്തോളും അല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നേടിയെടുത്തോളും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. Then the objective behind this is to help the incubator to get familiarized with the co-workers and supervisors and not just make them with the co-workers and supervisors names. Okay, അപ്പൊ അതില് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ മാത്രം എല്ലാവരും കൂടി ഒന്നിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് എല്ലാവരും പേരുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലെ, അത്ര മാത്രമാണ് അവിടെ വരുന്നത് അല്ലെ. അവിടെ ആദ്യത്തെ ആവശ്യകതയല്ല അവിടെ പ്രധാനമായിട്ട് വരുന്നത്. പേരുകളൊക്കെ പതിയാണെങ്കിലും പുറത്തുനിന്നുള്ള പേരുകളൊക്കെ പതിയെ പരിചയപ്പെട്ടാലും മതി. പക്ഷെ ഇവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഇവരെവിടെയാണോ നിലകൊള്ളുന്നത് അവിടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഫെമിലാരിറ്റീസ്, ആ സഹപ്രവർത്തകരോടുള്ള ആ ഒരു അടുപ്പം അത് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്ലി ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ടൈമിലൊക്കെ ഗ്രാജുവലി അവർക്ക് ബാഹ്യമായിട്ടുള്ള സ്രോതസ്സുകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അവര് സ്വമേധയാ നേടിക്കൊള്ളും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. സോ ഗ്രാജുവൽ ഇൻട്രൊഡക്ഷന് ബാധ്യതാണ് സൂപ്പർഫിഷ്യൽ ഇൻട്രൊഡക്ഷൻ. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മൾ 6th പോയിന്റ് വരെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, നമുക്ക് അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. Then seventh point, sufficient time should be given to new employees. അല്ലെ, ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അവർക്ക് ഏത് സമയത്ത് ചെയ്തു തീർക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. പുതിയ എംപ്ലോയി ആയതുകൊണ്ട് നമുക്കറിയാം ഒരു ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണമെന്ന് കർക്കശമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും. ഇല്ലേ? ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവോ? ഒരു പുതിയ ഡ്യൂട്ടി ഏൽപ്പിച്ചത് ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും, അല്ലേ? കാരണം അവര് പഠിച്ചു വരുന്നേ ഉള്ളൂ. കാര്യം സമയത്തിനുള്ളിലും സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്ന് ഉള്ളതാണ്, പക്ഷെ അവര് പഠിച്ചു വരുന്നതാണ്. ഓക്കെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബിഫോർ ദ ഇൻക്രീസ് ഇൻ ദ ജോബ് ഡിമാൻഡ്സ് ന്യൂ എംപ്ലോയീസ് ഷുഡ് ബി ഗിവൺ adequate time to become accustomed to a work situation. ഓക്കെ, നമ്മൾക്ക് മതിയായ ഒരു സമയക്രമം അവർക്ക്, അഡിക്വേറ്റ് ആയിട്ടുള്ള സമയക്രമം അവർക്ക് ആവശ്യമാണ്, അല്ലെ? എങ്കിൽ മാത്രമാണ് അവർക്ക് ആ ജോലി ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? കാരണം അവര് ന്യൂ എംപ്ലോയി ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യസമയം പാലിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ടൈം ഉണ്ടാക്കാൻ വേണ്ടി വരും, അല്ലെ? അപ്പൊ സഫീഷ്യന്റ് ടൈം അവർക്ക് മസ്റ്റ് ആയിട്ട് ന്യൂ എംപ്ലോയിക്ക് ലഭ്യമാക്കണം എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫോർമേഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞ പരിചയപ്പെടുത്തലിൽ എല്ലാ ഇൻഫോർമേഷൻസും അവർക്ക് ലഭ്യമാക്കണം. Induction should start with the most significant and direct forms or information and then move forward towards the common policies of the organization. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ആവശ്യങ്ങളെല്ലാം തന്നെ അവർക്ക് മനസ്സിലാക്കണം, അല്ലെ? അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ട് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണെന്നുള്ളതാണ് സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഞാൻ അതിന് അനുസരിച്ചിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഏറ്റവും അവസാനം കോമൺ ആയിട്ടുള്ള പോളിസി ഓർഗനൈസേഷൻ, അല്ലെ? നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബിഗിനിങ്ങിൽ നമ്മുടെ സാലറിയും പറഞ്ഞ ടൈം ഷെഡ്യൂളും, അല്ലെ? ഇന്ന സമയത്ത് ഡ്യൂട്ടിക്ക് വരണം, അങ്ങനെയൊക്കെയുള്ള കുറെ ക്രമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടായിരിക്കും ഡ്യൂട്ടിക്ക് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ആയിരിക്കും നമുക്കറിയാം ഈ ഒരു കമ്പനി, അല്ലെ? ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് പോകേണ്ട കമ്പനിയാണ്. അതനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ അവർ ഫോളോ ചെയ്യണം. അതിനനുസരിച്ചുള്ള ആക്ടിന്റെ കീഴിലൊക്കെ ഉള്ളതാണ് എങ്കിലും ചില ആക്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫേവറബിൾ ആയിട്ട് അത് എംപ്ലോയി ആണെങ്കിലും അതിനനുസരിച്ചിട്ട് തന്നെ മൂവ് ചെയ്യണം എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. സോ എന്താണ്, എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും, അല്ലെ? അവിടെ മനസ്സിലാക്കി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ആദ്യം മനസ്സിലാക്കണം, അല്ലെ? ചിലപ്പോ ഒരു ഹസാർഡ്സ് നിറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? അപകടം പിടിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ടൈമും സാലറിയും മാത്രം ബേസിക്കലി അവർക്കുള്ള അറിവ് മാത്രം കൊടുത്താൽ പോരാ. അതിനനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാനായിട്ടുള്ള, അല്ലെ, കൃത്യമായിട്ടുള്ള അവയർനെസ്സും തീർച്ചയായിട്ടും കമ്പനി ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, നമുക്ക് നയൻത് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ ബൈ എക്സ്പീരിയൻസ്ഡ് വർക്കർ. ഓക്കെ, നമുക്കറിയാം എല്ലായ്പ്പോഴും ഡയറക്ഷൻ നൽകേണ്ടത് എന്താണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണിലായിരിക്കണം. എങ്കിലാണ് അവർക്ക് നല്ല അനുഭവജ്ഞാനത്തോട് കൂടിയിട്ട് അവർക്ക് വർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? സീനിയർ വർക്കർ ഓർ ദ സൂപ്പർവൈസർ ഷുഡ് ഡയറക്ട് ദ ന്യൂ എംപ്ലോയി. ആരായിരിക്കും നമ്മൾ ന്യൂ എംപ്ലോയിനെ ഡയറക്ട് ചെയ്യേണ്ടത്? ജസ്റ്റ് ആ പോയിന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ആരായിരിക്കണം അദ്ദേഹത്തിനെ ഡയറക്ട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ സീനിയർ വർക്കർ അല്ലെങ്കിൽ സൂപ്പർവൈസർ, മേലധികാരികൾ, അല്ലെ? അവിടെ മേലോട്ട് വഹിക്കാൻ പറ്റുന്ന അധികാരത്തിലുള്ള വ്യക്തികളായിരിക്കണം ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടത്. The seniors must respond to questions and keep in regular contact with the incumbent during the initial phase of the induction. Okay, അവിടെ തീർച്ചയായിട്ടും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അല്ലെ? ന്യൂ എംപ്ലോയി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യണം, മറുപടികൾ കൊടുക്കണം. അത് മാത്രമല്ല അവിടെ എടുത്തു പറയുന്നത് എന്താണ്, ഇനീഷ്യൽ ആയിട്ടുള്ള ഫേസിൽ, അല്ലെ? ആ ഒരു ഡ്യൂറിങ് ടൈമില് ഇൻഡക്ഷൻ അവരൊക്കെ സ്വന്തമായിട്ട് സ്കില്ലും അവരുടെ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സമയങ്ങളിലെല്ലാം അവര് നല്ല ഇടയ്ക്കിടയ്ക്ക്, അല്ലെ, റെഗുലർ ആയിട്ട് ബന്ധപ്പെടണം എന്നുള്ളതാണ്. കാരണം വിലയിരുത്തൽ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കറക്ഷനൊക്കെ
ഉണ്ടോ എന്നുള്ളതും അതനുസരിച്ചിട്ട് ക്ലിയർ ഔട്ട് ചെയ്ത് അവർക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ എന്താണ് റെഗുലർ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റും അവിടെ ആവശ്യമാണെന്നാണ് എടുത്ത് പറയുന്നത്. സോ ഡയറക്ഷൻ ആരായിരിക്കണം എന്ന് പറയുന്നു? ആരായിരിക്കണം? ഓറിയന്റേഷൻ പ്രോഗ്രാമില് ഡയറക്ഷൻ കൊടുക്കേണ്ടത് ആരായിരിക്കണം? ശ്രദ്ധിച്ചില്ല. സൂപ്പർവൈസേഴ്സ്. ഓക്കെ, സീനിയർ ആൻഡ് സൂപ്പർവൈസേഴ്സ് അല്ലെ, സീനിയർ പേഴ്സൺസ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ആയിരിക്കണം ഡയറക്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഗുഡ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളവരാണ് ഡയറക്ഷൻ കൊടുക്കേണ്ടത്. അത് മാത്രമല്ല അവര് റെഗുലർ ആയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുകയും വേണമെന്ന് പറയുന്നു. ഓറിയന്റേഷൻ പ്രോഗ്രാമിലുള്ള വ്യക്തികളെ കോൺടാക്ട് ചെയ്യുകയും വേണം. കാരണം അവരിൽ നിന്ന് ആണ് അവരുടെ അസസ്മെന്റ് വിലയിരുത്തിയിട്ട് അല്ലെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പ്രോസസ്സൊക്കെ വിലയിരുത്തിയിട്ട് എന്തെങ്കിലും കറക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 10th പോയിന്റ് ആണെങ്കിൽ കൺക്ലൂഡിംഗ് സെഷൻ, സാധനം ലാസ്റ്റ് സെഷനിൽ അല്ലെ പറഞ്ഞ ഒരു ഓറിയന്റേഷന്റെ ആവശ്യകതയായിട്ടുള്ള പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൺക്ലൂഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് സെഷൻ ഷുഡ് ബി ഓർഗനൈസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇൻഡക്ഷൻ പ്രോഗ്രാം. ഓക്കെ, നമുക്കറിയാം ക്ലോസിംഗ് സെഷൻ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഏറ്റവും അവസാനം എൻഡ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് എ സ്പെഷ്യൽ ആൻസൈറ്റി ഡിഡക്ഷൻ സെഷൻ ഇൻ മെനി ഓർഗനൈസേഷൻ. ഓക്കെ, ഈ ക്ലോസിംഗ് സെഷന്റെ ഒക്കെ സമയത്ത് നമുക്കറിയാം ഒരു ഉത്കണ്ഠാഭരിതരായിട്ടുള്ള ഒരു സമയമാണെന്ന് പറയും. കാരണം അവരുടെ ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി അടുത്തത് ഇവരുടെ എന്താണ് അവര് ഒറ്റയ്ക്ക് വർക്കിലേക്ക് കിടക്കേണ്ട ഒരു സമയക്രമമാണ്. സോ ആ ടൈം വരേക്കും അവർ ഉത്കണ്ഠാകുന്നവരായിരിക്കും അല്ലെ. അതുവരേക്കും ഒക്കെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ, നമുക്കൊന്നും അറിയില്ല, നമ്മളെല്ലാവരും അല്ലെ ഹെൽപ്പ് ചെയ്തോളൂ നമ്മളൊരു മനോഭാവത്തോട് കൂടിയിട്ടായിരിക്കും പുള്ളിയെ പ്രവേശിക്കുന്നത്. then എല്ലാവരെയൊക്കെ ഹെൽപ്പൊക്കെ നൽകി അവരിങ്ങനെ വർക്കുകളൊക്കെ പഠിപ്പിച്ചൊക്കെ തന്ന് നമ്മളങ്ങനെ വർക്കൊക്കെ ചെയ്ത് തുടങ്ങാൻ നേരത്തെ അവസാനം ഒരു എൻഡിങ് സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ തുടങ്ങും അല്ലെ, ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. കാരണം നെക്സ്റ്റ് ഡേ തുടങ്ങി നമ്മൾ സെൽഫായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലേ. എങ്ങനെ ഒരു ചാൻസ് വരാൻ സാധ്യതയില്ലേ? ഇല്ലേ, ആൻസൈറ്റി ഫീൽ ചെയ്യാൻ സാധ്യതയില്ലേ? ഉണ്ട്. The key purpose of this session is to recognize whether or not the new employees have grasped all that which has needed to learn to them. Okay, അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ന്യൂ എംപ്ലോയി അദ്ദേഹം എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അല്ലെ, അവർക്ക് എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് നേടിയെടുക്കാനായിട്ട് അല്ലെ ആ വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ സംശയങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്, അവർക്ക് ഒരു അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അതല്ല അല്ലെ, അത് അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. Then employees should be confident enough to ask the questions about those points which are not clear to them, and effort should be made by management to clear their doubts. Okay, അവരുടെ കോൺഫിഡന്റ് അല്ലെ, അവരുടെ ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു സംശയമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കും അല്ലെ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ എന്നൊക്കെ ഉള്ള ഒരു മനസ്സിന് ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിൽ ഉത്കണ്ഠയൊക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാറണം, അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കണം അല്ലെ. അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ എല്ലാ തരത്തിലുള്ള ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. The entire session should be conducted in a coordinate manner and should not be positive. എന്ന് വെച്ചാൽ ആ ഒരു ലാസ്റ്റ് സെഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അത്യാവശ്യം ഒരു സമയം കൊടുത്തൊക്കെ ചെയ്തു കൊടുത്ത സമയമൊക്കെയാണ്, എന്നിട്ടും ഒരു മര്യാദയ്ക്കൊന്നും പഠിച്ചില്ല അല്ലെ, മനസ്സിലാക്കിയില്ല എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക പോസിറ്റീവ് മാത്രമേ പക്ഷെ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു രീതിയിലായിരിക്കരുത് ഈ കൺക്ലൂഡിംഗ് സെഷൻ അവസാനിപ്പിക്കേണ്ടത്. കാരണം അവിടെയും അവർക്ക് ഡൗട്ടുകളൊക്കെ അല്ലെ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും അവർ കുറച്ചും കൂടി ഉത്കണ്ഠാഭരിതരായിട്ട് അവരുടെ ഡ്യൂട്ടികളിലേക്ക് വ്യാപൃതമായിട്ട് വരുന്നത്. സോ അവിടെ ഒരു കാമൻ ക്വയറ്റോട് കൂടിയിട്ടാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്. സോ അങ്ങനെ വരുമ്പോഴാണ് അല്ലെ അവിടെയുള്ള എംപ്ലോയീസ് ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് അല്ലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. So the entire session should be conducted in a coordinated manner and should not be positive അല്ലെ. അവിടെ എപ്പോഴും എന്താണ് സൗഹൃദമായിട്ടുള്ള രീതിയിലായിരിക്കണം അത് കണ്ടക്ട് ചെയ്യേണ്ടത്.
ഒരിക്കലും എന്താണ് ഒരു അല്ലെ ദേഷ്യപ്പെടുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലൊന്നും ഭീതിജനകമായ രീതിയിലൊന്നും ആ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളതുണ്ടായിരുന്നു. സോ ആ പോയിന്റ് നോട്ട് ചെയ്യാം അല്ലെ. അങ്ങനത്തെയുള്ള ആ ഒരു എൻറ്റയർ സെഷനെ എപ്പോഴും എന്തായിരിക്കണം, ഓർഡിനറി മാനറിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, ഒരിക്കലും വെർസറ്റൈൽ മാനറിൽ കൈകാര്യം ചെയ്യരുത് എന്ന്. ഓക്കെ, ഇത് പോയിന്റ് മനസ്സിലായോ? എഫക്റ്റീവ് ഓറിയന്റേഷന്റെ റിക്വസ്റ്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. പോയിന്റ് ഹെഡിങ് വെച്ച് നിങ്ങൾ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ണോ? അപ്പൊ ആ ഹെഡിങ്സ് ഒക്കെ മസ്റ്റായിട്ട് നോക്കാം. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളൊക്കെ ചെറുതൊക്കെ നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബെനഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ ആണ്. ആർക്ക് ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഇനി ബെനഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്രയും ഒരു അല്ലെ നല്ല രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ആണ് സംഘടിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെതായ ഗുണമുണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടാവും. ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ടത് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ, അതായത് ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവർ വലിയ താല്പര്യം കാണിക്കില്ല, കാരണം അവരുടെ പേടിയൊക്കെ മാറിയിട്ടുണ്ടാവും. സെക്കൻഡ് വൺ ഹെൽപ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയി എക്സ്പെക്ടേഷൻസ് അല്ലെ. അവിടെ യഥാർത്ഥത്തില് എംപ്ലോയി എന്താണോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ എംപ്ലോയി പ്രതീക്ഷിച്ച മാതിരി തന്നെ പ്രവർത്തിക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Then creates job satisfaction and a positive attitude towards employer. അല്ലെ, എംപ്ലോയറിനോട് തൊഴിലുടമയോട് നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് മതിയായ അറിവ് ലഭ്യമായിട്ടുണ്ട്. സോ അവിടെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടത് അവർക്ക് തീരുമാനിക്കാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ലഭ്യമാകുന്നുണ്ട് ഓറിയന്റേഷൻ ടൈമിൽ തന്നെ. സോ അവരെന്താണ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടായിരിക്കും എന്നാണ് ക്യാച്ച് ചെയ്യുന്നത്. Then assist the new employee to contribute to organization success or quickly. ഓക്കെ, നമുക്കറിയാം ന്യൂ എംപ്ലോയിയുടെയും കൂടി സംഭാവനയോട് കൂടിയിട്ട് ഓർഗനൈസേഷന് വിജയത്തിൽപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിപ്രധാനപ്പെട്ടമായിട്ട് മറ്റൊരു കാര്യം. ഓക്കെ, അപ്പോ 4 ബെനഫിറ്റ്സുകളാണ് ഇവിടെ എടുത്തു പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ എൻസിന്റെ ഹെഡിങ് ഞാൻ പറയാൻ കാരണം എപ്പോഴും ഹെഡിങ് വെച്ച് തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നോക്കാം. എന്താണ് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ എംപ്ലോയീസ് പീരിയഡ് ഓഫ് സർവീസ് ഷോസ് high labor turnover if the employee is allowed to develop a negative opinions towards the job during this time. Then the employee can be induced to quit organization. Okay. ഓക്കെ, അതില് പ്രധാനമായിട്ട് വരികയാണെങ്കിൽ ഇൻ കേസ് അല്ലെ അവിടെ ഓറിയന്റേഷൻ ടൈമിൽ തന്നെ അവർക്ക് നല്ലൊരു അല്ലെ ഒരു നോളജ് അവർക്ക് ലഭ്യമാവുകയാണ്. എന്താണ് ജോലി, ആ ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ നടപടിക്രമങ്ങളൊക്കെ എന്താണ്, മറ്റുള്ള സൂപ്പർവൈസേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഫെമിലാരിറ്റീസ് ഒക്കെ വരുന്നു എന്ന് വെച്ചാൽ അവരൊക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ബന്ധത്തിലൊക്കെ ഏർപ്പെടാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. സോ അങ്ങനെ വരുമ്പോഴെന്താണ് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവര് വിട്ടുപോകാൻ തയ്യാറാവും അല്ലെ. ഡ്യൂറിംഗ് ദിസ് ടൈമിൽ തന്നെ അവര് വിട്ടുപോകാനായിട്ട് തയ്യാറാവും. അതല്ല എങ്കിലും തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അവിടെ ആ ഓർഗനൈസേഷനായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും താല്പര്യം. തീർച്ചയായിട്ടും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുന്ന എന്താണ് പേടി കൂടാതെ തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവര് നേടിയെടുക്കും.
സോ പ്രധാനമായിട്ടും ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവര് ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് അല്ലെ മറ്റൊരു ജോലി ചെയ്തു പോകുന്ന ഒരു അവസ്ഥ വളരെ കുറച്ചായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, കാരണം എന്താണ് അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ട് മാത്രമാണ് അവര് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ലേബർ ടേൺ ഓവർ അല്ലെ അവര് വിട്ടുപോകുന്ന ഒരു നിരക്ക് കുറവായിരിക്കും. ഓക്കെ, എന്താണ് ഐഡിയ എന്ന് മനസ്സിലായോ? Labor turnover can be restricted to the least by using effective injection program during the early stage of the new employee's career. Okay. അതായത് എംപ്ലോയിയുടെ നേരത്തെയുള്ള ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ടൈമുകളിലൊക്കെ എന്താണ് ഇത് അല്ലെ ഒരു റെസ്ട്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിബന്ധന വെക്കുകയാണ്. എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ടേൺ ഓവർ നിരക്കിന് ഒരു നിയന്ത്രണം വരികയാണ് അല്ലെ. അവര് വിട്ടുപോകുന്ന നിരക്ക് ആനുപാതികമായിട്ട് കുറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ നേരത്തെയുള്ള അല്ലെ പണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒന്നും സംഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ വിട്ടുപോകുന്ന നിരക്ക് അല്ലെ ഒരു ഡ്യൂട്ടിയിലേക്ക് നേരെ ചെന്ന് പ്രവേശിക്കുമ്പോൾ അവർക്ക് ആകെ ഒരു ചിക്കൻ തിരക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സായിരിക്കും അല്ലെ. അതേസമയം അവർക്ക് ആ ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ ഒരു അത്യാവശ്യം ഒരു നോളജ് ഒക്കെ പകർന്നു കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് ഓഫീസിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരമാണ്, കോൺഫിഡൻസ് ആണ് അവര് നേടിയെടുക്കുന്നത്. സോ എന്താണ് നേരത്തെ നിന്ന് അപേക്ഷിച്ച് ഈ ലേബർ ടേൺ ഓവർ നിരക്ക് അത് ഇപ്പൊ അല്ലെ കൂടുതൽ അവിടെ നിന്ന് വിട്ടുപോകാനുള്ള നിരക്ക് തീർച്ചയായിട്ടും കുറവാണ് എന്നുള്ളതാണ് അതിപ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, എന്തും പറയേണ്ടതുണ്ടോ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹെൽപ്പ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയി എക്സ്പെക്ടേഷൻസ്. ഓക്കെ, നമുക്കറിയാം ഒരു തൊഴിലിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പലതും എക്സ്പെക്ട് ചെയ്യും അല്ലെ. ഒരു സാലറി മാത്രമാണോ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഒരു വർക്കിലേക്ക് ഏർപ്പെടാനായിട്ട് ശ്രമിക്കുന്നത്? ആണോ? ആയിരിക്കുമോ? ഇത്രയും സാലറി കിട്ടും എന്നാൽ ഞാൻ അവിടെ പോയി ജോലി ചെയ്തേക്കാം എന്നുള്ള ഒരൊറ്റ തീരുമാനമായിരിക്കും ഉണ്ടാവുക. ആണോ? അങ്ങനെയുള്ള ഒരൊറ്റ തീരുമാനമായിരിക്കും ഉണ്ടാവുക? അല്ല അല്ലെ. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. സമൂഹത്തിൽ നമുക്ക് നല്ലൊരു പേര് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നല്ല സഹപ്രവർത്തകരോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അതേമാതിരി തന്നെ ജോലി എടുത്താൽ കൂലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രതീക്ഷകൾ അത് തീർച്ചയായിട്ടും ഓരോ എംപ്ലോയീസിനും അവിടെ ഉണ്ടാകും. അപ്പൊ ഹെൽപ്പ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയി എക്സ്പെക്ടേഷൻസ്, ഈ പറഞ്ഞ എംപ്ലോയിയുടെ ഈ എക്സ്പെക്ടേഷൻസ് ഒക്കെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെയാണ് സാധ്യമാക്കുന്നത്. ഓക്കെ, അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, അവിടെയുള്ള സഹപ്രവർത്തകരൊക്കെ ഓക്കെയാണ്. അതല്ലെങ്കിൽ നമുക്കറിയാം ടൈം ഷെഡ്യൂളും കാര്യങ്ങളും അല്ലെങ്കിൽ വർക്കുകളെ സഹായിക്കുന്ന കാര്യങ്ങൾ ഇപ്പോ ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെയൊക്കെ അല്ലെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇപ്പൊ റിയലി അവർക്ക് എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ട് തന്നെ അത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ പറയാണ് ദ ന്യൂ എംപ്ലോയീസ് ഡ്യൂറിംഗ് ദ ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് thought about the expectation of an organization from them and what they incumbents in turn can expect from the organization. ഓക്കെ, അവിടെ ഓർഗനൈസേഷനിൽ നിന്ന് എന്താണോ അദ്ദേഹം അല്ലെങ്കിൽ ആ എംപ്ലോയി ആഗ്രഹിച്ചത് ഓക്കെ അത് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ എക്സ്പെക്ടേഷൻസ് ക്യാൻ ബി ബോട്ട് ഡൗൺ ടു റിയാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡക്ഷൻ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ യാഥാർത്ഥ്യത്തിലേക്ക് ഈ എക്സ്പെക്ടേഷൻസ് കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെയാണ്. അപ്പൊ വിചാരിച്ച രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന സാലറിയും എക്സ്പെക്ട് ചെയ്യുന്ന ഫ്രീഡവും അല്ലെ ഇതെല്ലാം തന്നെ നമുക്ക് ആ ടൈമിൽ നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നതാണ്. സോ എന്താണ് ഈ പറഞ്ഞ ഓറിയന്റേഷന്റെ ഒരു മറ്റൊരു ബെനിഫിറ്റ് ആണ് ഹെൽപ്പ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എന്താണ് എംപ്ലോയി എക്സ്പെക്ടേഷൻസ്. ഓക്കെ ആണോ? നോക്കുക.
ഒക്കെയാണോ 2 പോയിന്റ്? Okay, then നമുക്ക് നെക്സ്റ്റ് നോക്കാം. Creates job satisfaction and a positive attitude towards the employer. ഓക്കെ, അവര് സാറ്റിസ്ഫാക്ഷൻ അല്ലേ, നമുക്കറിയാം ഏതൊരു ജോലിയും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോകാൻ ഒരു എംപ്ലോയി തയ്യാറാവില്ല. അപ്പൊ തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷൻ ആക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എംപ്ലോയർ, തൊഴിലാളികൾക്ക് എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം അതും പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ഇതിലൂടെ തന്നെയാണ് ഈ ഓറിയന്റേഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് അവർക്ക് അല്ലെ മൊത്തത്തിൽ ഒരു അവയർനെസ് കിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുക. പോസിറ്റീവ് ഫീലിംഗ്സ് ടുവേർഡ്സ് ദ എംപ്ലോയർ ക്യാൻ ബി ഡെവലപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ആസ് വെൽ ആസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എൻഷുർഡ്. ഓക്കെ, അവിടെ ജോലിയുടെ ഒരു സംതൃപ്തി അത് ഉറപ്പാക്കി കൊടുക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓറിയന്റേഷൻ ടൈമിലാണ്, ശരിയായിരിക്കില്ലേ? സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാനായിട്ട് സാധ്യമാകുന്ന ടൈം എന്ന് പറയുന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ആയിരിക്കും, ആണോ? കാരണം എന്തുകൊണ്ടാണ് ആ സമയത്താണ് ഇവർക്ക് അല്ലെ ജോലിയെ കുറിച്ചിട്ടും അവരുടെ ബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള അറിവ് ലഭ്യമാണ്. സോ എന്താണ് ആ ഒരു അറിവിൽ നിന്നാണ് അവര് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നത് അല്ലെ. സംതൃപ്തി, ഓക്കെ ഞാൻ സംതൃപ്തിയാണ്, കാരണം നമ്മൾ വിചാരിച്ച മാതൃകയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നു. സോ അങ്ങനെ വരുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒപ്പം തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ എംപ്ലോയർ. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മനോഭാവം തൊഴിലുടമയോടും രീതി പുലർത്താനായിട്ടുള്ള കാരണം നമ്മൾ വിചാരിച്ച കണക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് വേറെ സ്ട്രെസ് ഒന്നും ഇല്ലാതെ അവർക്ക് വിചാരിച്ച രീതിയിൽ മൂവ് ചെയ്യാനായിട്ട്. അപ്പൊ നാളത്തെ ഡേ അല്ലെ നെക്സ്റ്റ് ഡേ തുടങ്ങി നമ്മള് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയ ഒരു പേഴ്സണായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഫിഡൻസോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. തൊഴിലുടമയോട് നല്ല മനോഭാവം വെച്ച് പുലർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒക്കെയാണോ? നമ്മൾ വായിച്ചു നോക്കാൻ പറയുമ്പോൾ വായിച്ചു തന്നെ കൂട്ടാം, കാരണം അധികം കുറച്ചും കൂടി എടുക്കാനുണ്ട് അല്ലെ. നമുക്ക് അത്യാവശ്യം പ്രോബ്ലംസ് ഓറിയന്റേഷൻ എന്നുള്ളത് പിന്നെ പ്ലേസ്മെന്റ് പോലെ കൊണ്ടോ പ്ലേസ്മെന്റ് നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം. ഒരു പോയിന്റ് കൂടെ നമുക്ക് എടുത്തിട്ട് നിർത്താം.
Okay, അല്ലേ? Okay. Then assist the new employee to contribute to organization success more quickly. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വൺ പറയുന്നത് ന്യൂ എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ടു ഓർഗനൈസേഷൻ സക്സസ് മോർ ക്വിക്ലി എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ വിജയം നേടിയെടുക്കാനായിട്ട് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം അവിടെയുള്ള ന്യൂ എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുക്കുമ്പോൾ സാധിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. Another benefit of the induction program for the new employees that organization's objectives and the annual targets are made known to the along with the many other things. Okay, നമുക്കറിയാം എന്താണ് ആനുവൽ ആയിട്ടുള്ള ടാർഗറ്റ് എന്താണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അല്ലെ പലതരത്തിലുള്ള ഈ ഓർഗനൈസേഷനുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള നല്ലൊരു അവയർനെസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ എംപ്ലോയിക്ക് ലഭ്യമാകുന്നു. This means transforms the private goals of some employees into organization goals. Okay, ഇങ്ങനെ വരുമ്പോൾ സ്വന്തമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഡ്യൂട്ടി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള ഗോൾസുകൾ, അതായത് അവർ ചെയ്തതിനു ശേഷം നമുക്കറിയാം അവരുടേതായിട്ടുള്ള പാക്കേജ് അനുസരിച്ചിട്ട് അവരവരുടേതായിട്ടുള്ള ഗോൾസുകൾ അച്ചീവ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. Some employees attempts on helpful practice of achieving personal objectives in working promises. Okay, അതായത് അല്ലെ ഭയാനകമായിട്ടുള്ള ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കേസ് premises. Unsuccessful induction programs provide employee with the opportunity to exercise these harmful practices. പക്ഷെ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഇത്ര സമയത്തിനുള്ളത് ചെയ്ത് തീർത്തിരിക്കണം, ഇന്ന രീതിയിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം, അങ്ങനെയൊക്കെ ഒരു കർക്കശമായിട്ടുള്ള നിലപാടുകളും കൂടിയിട്ട് നമ്മളിങ്ങനെ ഓറിയന്റേഷൻ ടൈമിൽ തന്നെ അവരെ സ്ട്രെസ് ചെയ്തുകൊണ്ട് ഉള്ള പ്രോഗ്രാംസുകൾ ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് അൺസക്സസ്ഫുൾ ആണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. Unsuccessful induction programs provide employees with the opportunity to exercise their harmful practice. അങ്ങനെ വരുന്ന ആ ഒരു ഭയാനകമായ രീതിയിലൂടെ ആ സെക്ഷനിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അൺസക്സസ്ഫുൾ ആണ്, വിജയത്തിലെത്താൻ സാധ്യതയില്ലാത്തതാണെന്നാണ് പറയുന്നത്. And so organizations should change the way of deriving effective result from such successful induction programs. Okay, ഏതായാലും ചിലപ്പോ അല്ലെ ഓർഗനൈസേഷൻസ് ചേഞ്ചസ് വരുത്തുന്നുണ്ട് അല്ലെ, എഫക്റ്റീവ് ആയിട്ട് ഫലപ്രദമായ രീതി എന്താണെന്നുള്ള രീതിയിലേക്ക് പേഴ്സൺസിനെ കൊണ്ടുവരാനായിട്ട് പലപ്പോഴും ചേഞ്ചസ് ഒക്കെ വരുത്താറുണ്ട് അല്ലെ. ചില ടൈമിൽ നമ്മൾ ഈ പറഞ്ഞ മാത്രം റിലാക്സ് ചെയ്തൊക്കെ പറഞ്ഞ് ന്യൂ എംപ്ലോയീസിനെ കൊടുത്തു കഴിഞ്ഞാൽ അവര് റിലാക്സ് ചെയ്തതിനെ കേട്ടുകൊണ്ടിരിക്കുള്ളൂ അല്ലെ. അവർക്ക് വലിയ എന്താണ് പേടിയൊന്നും കൂടുതലില്ല. അവരെ ഇപ്പൊ നെക്സ്റ്റ് ഡേ തുടങ്ങി ഡ്യൂട്ടി ചെയ്യണമെന്ന് പറഞ്ഞാലും അവരിങ്ങനെ സാമാന്യത തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. Through induction, a new employee will become aware of his or her social responsibility for the organization. Okay, നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രധാനമായിട്ട് അല്ലെ അവിടെ സോഷ്യലായിട്ട് സാമൂഹികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ് ഉത്തരവാദിത്വം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ എംപ്ലോയീസ് അറിഞ്ഞിരിക്കണം അല്ലെ. ഒരു സമൂഹത്തിലാണെങ്കിലും ഈ ഒരു കമ്പനി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് അല്ലെ. അപ്പൊ സമൂഹത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മൂല്യത്തോടു കൂടിയിട്ടുള്ള ഒരു റിസൾട്ട് കാഴ്ചവെക്കണം എന്നുള്ള ഒരു അവയർനെസ് തീർച്ചയായിട്ടും ന്യൂ എംപ്ലോയി സമ്പാദിക്കേണ്ടതാണ്. This will then turn into a productive work environment of management as well as employees. അങ്ങനെ നല്ല ലക്ഷ്യത്തോടു കൂടിയിട്ട് അല്ലെ നല്ലൊരു സർവീസ് അവർക്ക് പ്രദാനം ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നല്ലൊരു സർവീസ് പ്രദാനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പബ്ലിക്കിന് അല്ലെ കുട്ടികൾക്കൊക്കെ നല്ലൊരു ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുക. അതേമാതിരി തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഫിനിഷിംഗ് ഗുഡ്സ് അത് പബ്ലിക്കിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിട്ട് ഫിനിഷിംഗ് ഗുഡ്സ് എത്തിപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതുകൊണ്ട് ഗുണമാണ് ഉണ്ടാവും അല്ലെ. അപ്പൊ ദിസ് വിൽ ടേൺ ഇൻടു എ പ്രൊഡക്റ്റീവ് വർക്ക് എൻവയോൺമെന്റ് ഫോർ മാനേജ്മെന്റ് ആസ് വെൽ ആസ് എംപ്ലോയീസ്. എംപ്ലോയീസിനേക്കാളും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നേടിയെടുക്കുന്നത് ആ മാനേജ്മെന്റിനെ നേടിയെടുക്കാനായിട്ട് ഈ പറഞ്ഞ പേടിപ്പെടുത്തുന്ന ഒരു രീതി കൊണ്ട് സാധിക്കില്ല അല്ലെ. ഫുൾ പ്രാക്ടീസ് കൊണ്ട് ഭയാനകമായിട്ടുള്ള ഭീതിജനകമായ പ്രാക്ടീസ് കൊണ്ട് സാധിക്കില്ല. അത് നിശ്ചിത രീതി ഫോളോ ചെയ്തിട്ട് മാത്രമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കാരണം അവർക്ക് മോസ്റ്റ്ലി അറിയാം
പബ്ലിക് എങ്ങനെ സാറ്റിസ്ഫൈഡ് ആകുന്നത് എന്നുള്ളത് മോസ്റ്റ്ലി അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഓറിയന്റേഷൻ ടൈം ഷെഡ്യൂളിൽ തന്നെ. അതുകൊണ്ട് തന്നെ അവർ ക്വിക്ക് ആയിട്ട് അല്ലെ അവർ ആഗ്രഹിക്കുന്ന കമ്പനി ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവരുടെ റിസൾട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. ഓക്കെയാണോ? അതുകൊണ്ടാണ് അത് സക്സസ്ഫുൾ ആവണേന്ന് പറയുന്നതിന് എടുത്ത് പറയുന്നുണ്ട്. ഫുൾ പ്രാക്ടീസ് കൊണ്ടല്ല, നമുക്കറിയാം പേടിപ്പെടുത്തുന്ന ഒരു കോഴ്സ് ചെയ്ത ഒരു രീതി കൊണ്ടല്ല, അന്ന് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പ്രാക്ടീസ് ചെയ്യിക്കുമ്പോഴാണ് അല്ലെ. നാല് കാര്യങ്ങളാണ് നമ്മൾ ഓറിയന്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് വൺ, റെഡ്യൂസസ് ലേബർ ടേൺ ഓവർ. വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും, കാരണം അവർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ലഭ്യമായിട്ടുണ്ട്. They have to create a realistic employee എക്സ്പെക്ട് ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നു അല്ലെ. അതിപ്പം തന്നെ ഇന്ന ഡ്യൂട്ടി ആണെന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ സെൽഫിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ക്രിയേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് എംപ്ലോയർ. തൊഴിലുടമയോട് നല്ലൊരു ആറ്റിറ്റ്യൂഡും അതോടൊപ്പം തന്നെ ജോലിയോട് തൃപ്തി അല്ലെ അതുകൂടി നേടിക്കൊടുക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് അസിസ്റ്റ് ദ ന്യൂ എംപ്ലോയി ടു കോൺട്രിബ്യൂട്ട് ടു ഓർഗനൈസേഷൻ സക്സസ് മോർ ക്വിക്ക്ലി അല്ലെ. വളരെ പെട്ടെന്ന് തന്നെ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ കാഴ്ചവെക്കാനായിട്ട്, നല്ലൊരു സംഭാവന കാഴ്ചവെക്കാനായിട്ട് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നിന്ന് സാധ്യമാകും. ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് അത് ബെനിഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ ആണോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കാം. ജസ്റ്റ് അതൊക്കെ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. എന്തായാലും ഹെഡിങ് മസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകളൊന്നുമില്ല. നമുക്ക് പ്രോബ്ലംസ് ഓഫ് ഓറിയന്റേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഒപ്പം പുതിയ ടോപ്പിക് ഉണ്ട്, അതായത് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റിനെ എടുക്കാം, തുടങ്ങി വെക്കാം. 4 ക്ലാസ്സിൽ കൂടി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമായിരിക്കും. മാക്സിമം 4 ക്ലാസ് വേണ്ടി വരുമെന്ന്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.